അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി കെ സുധാകരൻ. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും മാറ്റിയാലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് NDA സഖ്യം വിട്ട കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. തൃണമൂൽ കോൺഗ്രസിലും കോൺഗ്രസ് ഉണ്ടല്ലോ എന്നും കോൺഗ്രസ് മനസ്സിന് മാറ്റം വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ വീണ്ടും അധിക്ഷേപിച്ച് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ആശാ വർക്കർ ഈർക്കിലി സംഘടനയാണ്, സമരക്കാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സമരം അംഗീകരിക്കാനാവില്ലെന്നും എളമരം കരീം പറഞ്ഞു. തിരുവനന്തപുരത്തെ പാങ്ങോട് കോൺഗ്രസ് വാർഡിൽ SDPI വിജയിച്ചത് ഗൗരവമുള്ള വിഷയമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാർട്ടി വിഷയം പരിശോധിക്കണം. മതേതര ചേരിയിൽ ഇല്ലാത്തൊരു പാർട്ടി ജയിക്കുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതിനെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാൻ CPIM ശ്രമിക്കേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ. പൂർണ്ണമായും അപകടനില തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും പോലീസിന് മൊഴി നൽകാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലാണുള്ളതെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. അതേസമയം കൊല്ലപ്പെടും മുമ്പ് ഫർസാന പ്രതി അഫാസിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. NDA വൈസ് ചെയർമാനും വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭാ നേതാവുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവാജിയും സംഘവും MDMAയുമായി പിടിയിൽ. പൂവാർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. 1.1 മില്ലിഗ്രാം MDMA ആണ് പിടികൂടിയത്. പഴയ ബൈപ്പാസിന് സമീപം നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത്. കേരളത്തിലെ ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമാണെന്ന ആരോപണവുമായി PV അൻവർ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും അന്വേഷണം നടത്തിയില്ല. കേരളത്തെ മയക്കുമരുന്ന് ഉൽപാദന കേന്ദ്രമാക്കി പിണറായി സർക്കാർ മാറ്റിയെന്നും PV അൻവർ വിമർശിച്ചു. വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു PV അൻവറിന്റെ ആരോപണം. സംസ്ഥാന കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കില്ല. 28-ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കാതിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉടൻ നടന്നേക്കും. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. എന്നാൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. കൊടും ചൂടിൽ നിന്ന് ആശ്വാസമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ വരവ് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് തമിഴ് വെട്രിക്കഴകം നേതാവ് വിജയ്. രാഷ്ട്രീയത്തിലേക്ക് ഇന്നലെ വന്നവൻ എന്ന പരിഹാസമാണ് തനിക്ക് നേരെയെന്നും അദ്ദേഹം പറഞ്ഞു. മഹാബലിപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ സംഘടിപ്പിച്ച തമിഴക വെട്രിക്കഴകത്തിന്റെ 1ാം വാർഷികത്തിലാണ് നടന്റെ വെളിപ്പെടുത്തൽ. അതേസമയം BJP വിട്ട നടി രഞ്ജന നാച്ചിയാർ വിജയുടെ തമിഴ് വെട്രിക്കഴകത്തിൽ ചേർന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമടക്കം BJPയുടെ നയങ്ങളിൽ അതൃപ്തി പരസ്യമാക്കിയാണ് രഞ്ജന പാർട്ടി വിട്ടത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളം വിദർഭ മത്സരം പുരോഗമിക്കുകയാണ്. ടോസ് നേടിയ കേരളം ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നാഗ്പൂരിലാണ് മത്സരം നടക്കുന്നത്. പരാജയത്തിന്റെ വക്കിൽ നിന്നും ഫൈനലിലെത്തിയ കേരളം കന്നിക്കിരീടം ലക്ഷ്യമാക്കിയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. 2 തവണ കിരീടം നേടിയ ആത്മവിശ്വാസത്തിലാണ് വിദർഭ.